ക്യാമറ പൊങ്ങി വരുന്നു സാർ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. 2025ഓടെ 1.5 ലക്ഷത്തോളം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാനാണ് ഈ ഒരു കൺട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോർത്ത് സൗത്ത് ഐലൻഡിലായിട്ട് ആകെ മൊത്തം ഒരു 8 യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ ഇവിടെ. അതിനൊപ്പം തന്നെ 16ഓളം പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂസിലൻഡിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ? ന്യൂസിലൻഡ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നോക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് ഒരു ലോങ് ടൈം പ്ലാൻ വെച്ചിരിക്കുന്ന കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണെന്നല്ലേ, നമുക്ക് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓരോ ദിവസം ചെല്ലുന്നവർ അത് ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷൻ കൺട്രിയാണ് ന്യൂസിലൻഡ്. കാരണം ന്യൂസിലൻഡിൽ ITR നമുക്ക് 10 ലക്ഷം രൂപയുടെ ITR മതിയാവും. അത് മാത്രമല്ല 3 വർഷത്തെ ITR വേണം, അത് മാൻഡേറ്ററി ആണ്. പക്ഷേ ആ 3 വർഷത്തെ ITRും റീസെൻ്റ്ലി ഫയൽ ചെയ്തതാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. അതുപോലെ പേരൻസിനും സിബ്ലിങ്സിനും ഗ്രാൻഡ് പേരൻസിനും മാത്രമേ നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്കിൾ ആൻറ്റിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് ഈ ITR? എന്താണ് ഈ ITR? ഇൻകം ടാക്സ് റിട്ടേൺ. നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നത്, നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവർ ഇന്ത്യയിലാണെങ്കിൽ, അത് നിങ്ങളുടെ അച്ഛനമ്മയാവാം, ഗ്രാൻഡ് പേരൻസ് ആവാം, സിബ്ലിങ്സ് ആവാം, അവർ ഇന്ത്യയിലാണെങ്കിൽ അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നുള്ളതിൻ്റെ പ്രൂഫായിട്ടാണ് ഈ ഇൻകം ടാക്സ് റിട്ടേൺ ചോദിക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ് ഈ 3 കൺട്രീസിലേക്ക് നിങ്ങൾ പഠിക്കാൻ പ്ലാൻ ചെയ്താലും ഈ ITR മാൻഡേറ്ററി ആണ്. എന്താണ് ന്യൂസിലൻഡിൻ്റെ പ്രത്യേകതകൾ? ബ്രിട്ടീഷ് ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്, ജസ്റ്റ് ലൈക്ക് ഓസ്ട്രേലിയ ആൻഡ് അയർലൻഡ് ആൻഡ് UK. രണ്ടാമത്തെ കാര്യം, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അത്യാവശ്യം റീസെൻ്റായിട്ട് തരുന്നുണ്ട്. 3 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ തരുന്നുണ്ട്, മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിലും ബാച്ചിലേഴ്സ് പഠിക്കുകയാണെങ്കിലും. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രിയും നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റവുമാണ്. 8 ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എല്ലാം 400-ന് താഴെ വേൾഡ് റാങ്ക് വരുന്ന യൂണിവേഴ്സിറ്റീസുമാണ്. അതുപോലെ 16 പ്രൈവറ്റ് പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ന്യൂസിലൻഡിലുണ്ട്. നോർത്ത് സൗത്ത് എന്നിങ്ങനെ 2 ഐലൻഡിലായിട്ട് 6 പ്രൊവിൻസുകളാണ് ന്യൂസിലൻഡിനുള്ളത്. നോർത്തിൽ ഓക്ലൻഡ്, വെല്ലിംഗ്ടൺ ആൻഡ് ന്യൂ പ്ലൈമൗത്തും, സൗത്തിലാണെങ്കിൽ കാൻറ്റർബറി, നെൽസൺ ആൻഡ് ഒട്ടാഗോ. ഇതിൽ ഓക്ലൻഡ് ആണ് ന്യൂസിലൻഡിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. അതേസമയം ക്യാപിറ്റൽ സിറ്റി വെല്ലിംഗ്ടൺ ആണ്. ന്യൂസിലൻഡിലാകെ 8 യൂണിവേഴ്സിറ്റീസും 16 പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണുള്ളത്. പ്രൈവറ്റിൻ്റെ കാര്യം നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം വിസ സക്സസ് റേറ്റ് എല്ലാം കൂടുതലുള്ളത് പബ്ലിക്കിലായതുകൊണ്ട് തന്നെ. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളൊരു കാര്യം, ഈ 8 യൂണിവേഴ്സിറ്റീസും QS വേൾഡ് റാങ്കിങ് 2025 450 ബിലോയിൽ വരുന്ന റാങ്കിങ്സ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. ഇനി സ്റ്റേ ബാക്കിനെ കുറിച്ച് പറയാം. ഡിപ്ലോമ പ്രോഗ്രാംസിനല്ല, UG ഡിപ്ലോമ ആയിക്കോട്ടെ, PG ഡിപ്ലോമ ആയിക്കോട്ടെ, കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണോ അത്ര തന്നെയാണ് സ്റ്റേ ബാക്ക് വരിക. യൂഷ്വലി അത് 1 ഇയർ ആണ് വരുന്നത്. സോ സ്റ്റേ ബാക്ക് 1 ഇയറേ കിട്ടത്തുള്ളൂ. അതേസമയം ഡിഗ്രി പ്രോഗ്രാംസ്, മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ, അപ് ടു 3 ഇയേഴ്സ് വരെയാണ് നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടുക ന്യൂസിലൻഡിൽ.